മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജനുവരി 20 ചൊവ്വ. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു CPM. അടുത്ത കാലത്തായി സ്വീകരിക്കുന്ന നിലപാട് ഏവരെയും ആശങ്കപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞുവെക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. CPM കേരളത്തെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? കേരളത്തിൽ ഇടതുമുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPMന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇടതു രാഷ്ട്രീയ ഭാവുകത്വത്തിന്റെ പര്യായമായി മാർക്സിസ്റ്റ് പാർട്ടിയെ ഗണിച്ചു പോന്ന കേരളത്തിലെ മനുഷ്യസ്നേഹികൾ അടുത്ത കാലത്തായി പങ്കുവെക്കുന്ന ആശങ്കയാണിത്. ഭീകരമായ കക്ഷി രാഷ്ട്രീയ സംഘടനകളിലും അക്രമ സംഭവങ്ങളിലും പേരുദോഷമുണ്ടാക്കിയപ്പോഴും മതേതരത്വത്തിന്റെയും വർഗീയ വിരുദ്ധതയുടെയും ജനപക്ഷത്താണ്, വർഗീയതയുടെയും വംശവെറിയുടെയും മറുപക്ഷത്താണ് മലയാളികൾ എന്നും മാർക്സിസ്റ്റുകളെ കരുതിപ്പോന്നത്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സാഹിത്യത്തിലും കലയിലും സംസ്കാരത്തിലുമൊക്കെ ഇടതുപക്ഷത്തിന് ലഭിച്ച സ്വീകാര്യതയുടെ കാരണവും അവരുടെ ഈ കരുതലും ജാഗ്രതയുമായിരുന്നു. വർഗീയതയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള ഒരവസരവും CPM പാഴാക്കാറുമില്ല. ഏറ്റവും ഒടുവിൽ മധുരയിലെ CPM പാർട്ടി കോൺഗ്രസ് പിരിഞ്ഞത് ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരെ ശക്തമായ സമരത്തിന് ആഹ്വാനം ചെയ്താണ്. വിവിധ ഇനം ജിഹാദുകളുടെ ചാപ്പയുമായി മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാനുള്ള ഹിന്ദുത്വ ശ്രമത്തിനെതിരെ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷാ ബോധവും പിന്തുണയും നൽകാനായിരുന്നു പാർട്ടി കോൺഗ്രസ് ആഹ്വാനം. രാഷ്ട്രീയ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക രംഗങ്ങളിലെ RSS സ്വാധീനത്തെ മറികടക്കാൻ ശക്തമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനായിരുന്നു തീരുമാനം. എല്ലാ ഭൗതിക വിഭവങ്ങളും ഉപയോഗപ്പെടുത്തി ഹിന്ദുത്വ ശക്തികളുടെ മാരകമായ പ്രോപ്പഗണ്ടയ്ക്കെതിരെ ക്യാമ്പയിൻ നടത്താൻ പാർട്ടിയും വർഗ ബഹുജന സംഘടനകളും ശ്രമിക്കുമെന്നായിരുന്നു പ്രതിജ്ഞ. മനുവാദി, പിന്തിരിപ്പൻ ആശയങ്ങൾക്കെതിരായി മതേതര ശാസ്ത്രീയ ചിന്തയെ പ്രമോട്ട് ചെയ്യുമെന്നും വിശാല തലത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്നുമായിരുന്നു മധുര സമ്മേളനത്തിന്റെ പ്രഖ്യാപനം. എന്നാൽ ഹിന്ദുത്വ വർഗീയതയ്ക്കെതിരായ ഈ യുദ്ധപ്രഖ്യാപനത്തിൽ ആവേശം കൊണ്ട പാർട്ടി അണികളെയും പ്രതീക്ഷ പുലർത്തിയ ജനസാമാന്യത്തെയും ആശയക്കുഴപ്പത്തിലും ആശങ്കയിലുമാക്കുന്ന പ്രസ്താവനകളും പ്രവൃത്തികളുമാണ് CPM നേതൃത്വത്തിൽ നിന്ന് കണ്ടുവരുന്നത്. വർഗീയതയ്ക്കും വംശവിദ്വേഷത്തിനുമെതിരായ നിലപാടുകളിൽ വീഴ്ച വരുത്തുന്നു എന്ന് മാത്രമല്ല, അത്തരം വലതു പ്രതിലോമ രാഷ്ട്രീയം CPM അഭികാമ്യമായി കരുതുന്നു എന്ന് വരുത്തി തീർക്കുന്നതാണ് മുഖ്യമന്ത്രി അടക്കമുള്ള പാർട്ടി നേതൃത്വത്തിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവനകളും പ്രവൃത്തികളും. കഴിഞ്ഞ ദിവസം സംസ്ഥാന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നടത്തിയ അഭിപ്രായ പ്രകടനം പാർട്ടിയുടെ വലതുവാട്ടത്തിന്റെ മുന്തിയ ഉദാഹരണമാണ്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും മലപ്പുറത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജയിച്ചു വന്നവരുടെ പേര് വായിച്ചു നോക്കൂ. സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തവർ എവിടെ നിന്നാലും ജയിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാകും. കേരളത്തെ ഉത്തർപ്രദേശും മധ്യപ്രദേശുമാക്കാൻ ശ്രമിക്കരുത് എന്നായിരുന്നു മന്ത്രിയുടെ വംശവെറി മുറ്റിയ പ്രസ്താവന. ഒരു മുനിസിപ്പാലിറ്റിയെയും ഒരു ജില്ലാ പഞ്ചായത്തിനെയും പ്രത്യേകം എടുത്തു പറഞ്ഞ് പേര് നോക്കി സമുദായം ചെയ്യാൻ പറഞ്ഞ മന്ത്രിയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. ഭരണഘടനയും നിയമവും അനുസരിച്ച് എല്ലാ വിഭാഗം ജനങ്ങളോടും ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ നീതി ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്ത് ഭരണഘടനാ പദവിയേറിയ ഒരു മന്ത്രിയാണ് ഇത് പറയുന്നത്. അതും ഇടതുപക്ഷ മന്ത്രിസഭയിലെ ഒരു അംഗം. മതേതര കേരളത്തെ നാണം കെടുത്തിയ ഈ പ്രസ്താവനയെ കേരളീയ നവോത്ഥാനത്തിന്റെ അവകാശവാദം ഉന്നയിച്ചു വരുന്ന CPM എങ്ങനെയാണ് കാണുന്നത്? വാക്കിലെ വർഗീയത മറനീക്കി പുറത്തു വന്നതിലെ ജാള്യം മറക്കാൻ മന്ത്രി തിങ്കളാഴ്ച വിചിത്ര വിശദീകരണവുമായി ഇറങ്ങിയിട്ടുണ്ട്. പേരും വസ്ത്രവും നോക്കി സമുദായം ചികഞ്ഞ പ്രസ്താവനകൾ നേരത്തെ മലയാളികൾ കേട്ടത് നരേന്ദ്രമോദി മുതൽ ശ്രീധരൻ പിള്ള വരെയുള്ള സംഘ് പരിവാർ നേതാക്കളിൽ നിന്നാണ്. അവരുടെ ചുവടൊപ്പിച്ചു നീങ്ങാൻ CPM നേതൃത്വം കരുതിക്കൂട്ടി തീരുമാനമെടുത്തതാണോ? മന്ത്രിയുടെയും നേതാക്കളുടെയും ഒന്നും വർഗീയ ജൽപ്പനങ്ങൾ മുഖ്യമന്ത്രിയോ പാർട്ടി നേതൃത്വമോ തള്ളിപ്പറഞ്ഞില്ല. അതിനെ ശരിവയ്ക്കുന്ന സമീപനം അവർ സ്വീകരിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ സംഘടിപ്പിക്കപ്പെട്ട ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ആശീർവാദം വാങ്ങാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ടുവച്ചത് യാദൃശ്ചികമായിരുന്നില്ല എന്ന് പിന്നീട് വ്യക്തമായി. സംസ്ഥാനത്തെ മുസ്ലിം ന്യൂനപക്ഷത്തെ നിരന്തരം ബർസൽച്ച് നടക്കുന്നയാളെ നവോത്ഥാന കമ്മിറ്റിയുടെ സാരഥ്യത്തിൽ നിലനിർത്തിയും ആദരവിന്റെ പൊന്നാട അണിയിച്ചും മുഖ്യമന്ത്രി നൽകുന്ന സന്ദേശം അച്ചട്ടായി പിന്തുടരുകയാണ് മറ്റു നേതാക്കളും മന്ത്രിമാരും എന്ന് വേണം കരുതാൻ. ഞങ്ങളിലില്ല ഹൈന്ദവ, മുസ്ലിം, ക്രൈസ്തവ രക്തമെന്നും ഉള്ളത് മാനവരക്തമെന്നും വിളിച്ചവർ തന്നെ UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം സ്വാധീനമുണ്ടാകുമെന്നും മാറാടുകൾ ആവർത്തിക്കുമെന്നും കൊട്ടിപ്പാടി കേരളത്തെ മതജാതിവെറിയുടെ ഏതു ഭ്രാന്താലയത്തിലേക്കാണ് ആട്ടിത്തെളിക്കുന്നത് എന്ന് ചങ്കുറപ്പോടെ ചോദിക്കാൻ ലെനിൻ മുന്നറിയിപ്പ് നൽകിയ
കമ്മ്യൂണിസ്റ്റ് ബാലാരിഷ്ടത തീണ്ടാത്ത ഒരാളോ പാർട്ടിയിലോ അനുബന്ധ ഘടകങ്ങളിലോ ബാക്കിയിരിപ്പില്ലേ? മാധ്യമം പോഡ്കാസ്റ്റ്.